ഹായ് എവരിവൺ, വിസ്മയങ്ങളുടെ ലോകത്തേക്കുള്ള അത്ഭുതകരമായ യാത്രയിലേക്ക് ഹാർദമായ സ്വാഗതം. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കേബിൾ കാറിൽ കയറാനുള്ള ഉത്സാഹത്തിലാണ് ഞങ്ങൾ. ഗുൽമർഗ് ഒരു കാഴ്ചയല്ല, അതൊരനുഭവമാണ്, അത്ഭുതമാണ്. ഇവിടെ കാറ്റ് ചിന്തിക്കുന്നു, മഞ്ഞ് സംസാരിക്കുന്നു, പക്ഷികൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഭൂമിയിലെ സ്വർഗമോ അതോ സ്വർഗത്തിലെ ഭൂമിയോ? ഗൗരി മാർഗ് എന്നായിരുന്നു ഗുൽമർഗിന്റെ പഴയ പേര്. പാർവതീദേവിയുടെ മറ്റൊരു പേരായ ഗൗരിയിൽ നിന്നാണ് ഗൗരി മാർഗ് എന്ന പേര് ഉണ്ടായത്. മുഗൾ സുൽത്താനായ യൂസഫ് ഷാ ചക് ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം കണ്ട് പൂക്കൾ നിറഞ്ഞ മേട് എന്നർത്ഥം വരുന്ന ഗുൽമർഗ് എന്ന പേര് നൽകിയെന്നാണ് ചരിത്രവൃത്തങ്ങൾ പറയുന്നത്. ഇതുപോലെ മഞ്ഞു മൂടിയ ഈ താഴ്വാരത്തിന് എന്തിനാണ് ഈ പേരിട്ടതെന്ന് എന്നെ പോലെ നിങ്ങൾക്കും സംശയം തോന്നാം. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ തന്റെ ഉദ്യാനത്തിലേക്ക് 21 ഇനം വനപുഷ്പങ്ങൾ കൊണ്ടുവന്നത് ഈ ഗുൽമർഗിൽ നിന്നായിരുന്നത്രേ. അതോടെ ആ സംശയത്തിന് അറുതിയായില്ലേ? സമ്മർ ആയാൽ ഗുൽമർഗ് പലതരം പൂക്കളുടെ മനോഹര മൈതാനമായി മാറും. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനും സ്കീ റിസോർട്ടുമാണ് ഗുൽമർഗ്. ഹിമാലയൻ മലനിരകളുടെ മധ്യത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2650 മീറ്റർ ഉയരത്തിലാണ് ഗുൽമർഗ്. ശൈത്യകാലത്ത് ഹിമം മൂടിയ പർവ്വതങ്ങളും വേനൽക്കാലത്ത് താഴ്വര നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും പുൽമേടുകളും ഗുൽമർഗിന്റെ സുന്ദരതയെ വർദ്ധിപ്പിക്കുന്നു. താഴ്വാരത്ത് നിന്ന് 2650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുൽമർഗ് ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് വിന്ററിൽ കാറ് കയറ്റി വിടണമെങ്കിൽ ടയറിൽ ചങ്ങലയിടണം. ചങ്ങലയിടലും ഷൂ, ജാക്കറ്റ് ഇത്യാദി സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കലുമൊക്കെയായി ഈ പ്രദേശം മുഴുവൻ ഇത്തരം കച്ചവടമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറയുന്നത് പോലെയാണ് ഇടുങ്ങിയതും മഞ്ഞു നിറഞ്ഞതുമാണ് ഇങ്ങോട്ടുള്ള റോഡ്. വളരെ അപകടം പിടിച്ചതാണിത്. മഞ്ഞിലോടിച്ച് പരിചയമില്ലാത്ത ഞങ്ങളുടെ ചെറുപ്പക്കാരനായ ഡ്രൈവർ നന്നേ കഷ്ടപ്പെട്ടു. പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന ചൊല്ലുപോലെ മഞ്ഞു പെയ്ത്തും ബ്ലോക്കും കൂടിയായപ്പോൾ കഷ്ടപ്പാട് കൂനിന്മേൽ കുരുപോലെയായി. കയറ്റത്തിനേക്കാൾ ഇറക്കത്തിലായിരുന്നു ഡ്രൈവിംഗിൽ കൂടുതൽ പ്രശ്നം. വണ്ടി തെന്നലോട് തെന്നൽ. നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞ പോലെ കാശ്മീരി ലോക്കൽസ് പുഷ്പം പോലെയാണ് ഇതിലൂടെ വണ്ടി ഓടിക്കുന്നത്. പിന്നിൽ നിന്ന് ഹോണടിയോട് ഹോണടി. കാറിൽ കയറിയാൽ ഉടനെ ഉറങ്ങാറുള്ള ഭാര്യ തിരിച്ചിറങ്ങാൻ നേരം ചോദിച്ചു, ഇനി എത്ര സമയം വേണം നമ്മുടെ ഹോട്ടലിലെത്താൻ? ബ്ലോക്കില്ലെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ മതിയാകുമെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ, എന്നാൽ എനിക്ക് നല്ലൊരു ഉറക്കത്തിന് സമയമുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങാൻ തയ്യാറെടുത്തയാൾ വണ്ടി സ്ലിപ്പാകുന്നത് കണ്ട് പേടിച്ച് വിറച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടപ്പോൾ ഉള്ളിൽ അറിയാതെ ചിരി പൊട്ടി. കാശ്മീരികൾ നല്ലവരാണ്, പക്ഷേ കാശിന്റെ കാര്യത്തിൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ്. ഞാൻ നിങ്ങളുടെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം അടുത്തുകൂടും, പിന്നെ ലോകത്തില്ലാത്ത പൈസ പറയും ഈ കാശ്മീർ ബ്രദർ ബായ്. ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എല്ലാത്തിനും നന്നായി വിലപേശണം. പലപ്പോഴും പല റൈഡുകളും വേണ്ട എന്ന് പറഞ്ഞാലും പഴച്ചക്കയിൽ ഈച്ച പൊതിയണ മാതിരി പൊതിയും. ഇതൊരു മഹാശല്യമായി തോന്നിയിട്ടുണ്ട്. സീസൺ ആയതുകൊണ്ട് സന്ദർശകരുടെ വല്ലാത്ത തിരക്കാണ്. കേബിൾ കാർ സ്റ്റേഷനിലെത്താൻ കാർ പാർക്കിൽ നിന്ന് 15 മിനിറ്റ് മഞ്ഞിലൂടെ നടക്കണം. അങ്ങോട്ട് പോകാൻ വേറെ സെറ്റപ്പ് ഉണ്ട്.
പണ്ട് കാലത്ത് പാളയിലിരുത്തി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ സ്റ്റേഷൻ വരെ വലിച്ചു കൊണ്ടുപോകും, തിരിച്ചും കൊണ്ടുവിടും. ഇത്രയും നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും സ്വിറ്റ്സർലാൻഡിലും യൂറോപ്പിലും മഞ്ഞ് കാണാൻ ഒടുക്കത്തെ പൈസ ചെലവാക്കി വരുന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. യൂറോപ്പിനേക്കാൾ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ, ചെലവും കുറവാണ്. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല താമസ സ്ഥലമായിരുന്നു ഗുൽമർഗ്. കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് 52 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗുൽമർഗ് സ്വാതന്ത്ര്യാനന്തരം പാക് അധിനിവേശത്തിന് വേദിയായി. 1947 ഒക്ടോബറിൽ ഇന്ത്യൻ സൈന്യം പാക് അധിനിവേശ സൈന്യത്തെ തുരത്തി ഗുൽമർഗ് അടക്കമുള്ള പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. 1948 ഇന്ത്യൻ സൈന്യം ഗുൽമർഗിൽ സ്കീയിങ് സ്കൂൾ സ്ഥാപിച്ചു. പിന്നീട് സേനയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാൾഫെയർ സ്കൂളായി ഇത് മാറി. ഷിംല കരാർ പ്രകാരമുള്ള ലൈൻ ഓഫ് കൺട്രോൾ ഗുൽമർഗിന് സമീപമാണ് കടന്നുപോകുന്നത്. ഗുൽമർഗ് ഗൊണ്ടോള ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരത്തിലുള്ള കേബിൾ കാർ സംവിധാനമാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന ഗൊണ്ടോള റൈഡുകളിൽ ഒന്നാണിത്. ഗുൽമർഗിൽ നിന്ന് 4200 മീറ്റർ ഉയരത്തിലുള്ള അഫർവാഡ് പീക്ക് വരെ കേബിൾ കാറിൽ യാത്ര ചെയ്യാം. മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ വിശാലമായ കാഴ്ചകൾ ഈ റൈഡിൽ ആസ്വദിക്കാം. 2 ഘട്ടങ്ങളായിട്ടാണ് ഗൊണ്ടോള റൈഡ്. ആദ്യത്തേത് ഫേസ് 1 വരെ, അതായത് ഗുൽമർഗിൽ നിന്ന് ഖോങ്തോരി വരെ. ഇതിന്റെ ഉയരം 3100 മീറ്റർ ആണ്. അവിടെ നിന്ന് ഫേസ് 2 ആരംഭിക്കുന്നു. അത് 4200 മീറ്റർ ഉയരത്തിലുള്ള അഫർവാഡ് പീക്കിൽ എത്തിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കീ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. ഗുൽമർഗ് ശീതകാലത്ത് ഹിമവിനോദത്തിനും വസന്തത്തിൽ പൂക്കളുടെ മനോഹാരിതയ്ക്കും പ്രശസ്തമാണ്. ശ്രീനഗറിൽ നിന്ന് 1.5-2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഗുൽമർഗിൽ എത്തിച്ചേരാം. സ്വാഭാവിക സൗന്ദര്യവും സാഹസികതയും ഒത്തുചേരുന്ന ഒരു സ്വർഗമാണ് ഗുൽമർഗ്. ഇവിടുത്തെ ഗൊണ്ടോള ലോകത്തിലെ ഏറ്റവും മനോഹരമായ കേബിൾ കാർ യാത്രകളിൽ ഒന്നായതിനാൽ ഹിമാലയത്തിലെ ആകാശയാത്ര എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ശീതകാല സ്പോർട്സിന്റെ ഹൃദയം എന്നാണ് CNN ഗുൽമർഗിനെ വിശേഷിപ്പിച്ചത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച 7ാമത്തെ സ്കീയിങ് ഡെസ്റ്റിനേഷനായി കണക്കാക്കപ്പെടുന്ന ഗുൽമർഗ് വിനോദ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായത് കേബിൾ കാറിന്റെ വരവോടെയാണ്. മഞ്ഞിനാൽ തീർത്ത വെള്ളപ്പരവതാനി കൊണ്ട് മൂടപ്പെട്ട കുന്നുകളും താഴ്വരകളും സഞ്ചാരികൾക്ക് അത്ഭുതപൂർവമായ ഒരു ദൃശ്യവിരുന്നാണ്. പുതിയ സ്ഥലങ്ങൾ കണ്ടാലും അവയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാതെ പോകുന്ന ചിലതുണ്ട്. ഗുൽമർഗ് അത്തരമൊരിടമാണ്. അതിന്റെ സൗന്ദര്യം ഫോട്ടോകളിൽ ഒതുങ്ങില്ല എന്ന് പലരും പറയുന്നു. കാരണം അതൊരു ഭാവമാണ്, അനുഭവമാണ്, കാഴ്ച മാത്രമല്ല. ഒറ്റയ്ക്കായാലും കൂട്ടത്തോടെ ആയാലും പ്രകൃതിയുടെ സ്പർശം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഗുൽമർഗ് അങ്ങനെ തുറന്നു കിടക്കുന്നു. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ശിവസഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.